വളരെ എളുപ്പത്തിൽ തുടക്കക്കാർക്ക് വരെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. സവോളയും തക്കാളിയും ഒന്നും വഴറ്റണ്ട, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇവിടെ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചെറിയ 2 ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, അതിൻ്റെ കൂടെ ഒരു സവോള ചെറുതായിട്ട് എരിഞ്ഞതും 2 പച്ചമുളകും ചേർക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കണേ. 1 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പൊടികളെല്ലാം സെപ്പറേറ്റ് ഒരു ചെറിയ പാനിൽ ഇതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്നങ്ങ് മൂപ്പിച്ചെടുത്താൽ മതി. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ വീതം മുളക് പൊടിയും ഗരം മസാലയും, ഇത്രയുടെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ, ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമാം. 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് വേവാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഒരു പിടി അളവ് തേങ്ങ മതി കേട്ടോ. ഒരു 3 കുഞ്ഞുള്ളിയൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. വെന്ത് കഴിയുമ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങ ചേർത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം തന്നെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. താളിക്കുമ്പോൾ കടുകിൻ്റെ കൂടെ ഒരു 8-10 ഉലുവ കൂടെ ഇടുവാണെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ്. അതുപോലെ കറിവേപ്പിലൂടെ ചേർക്കാൻ മറക്കല്ലേ. പിന്നെ വെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ട് താളിക്കുവാണെങ്കിലും കറിക്ക് രുചി കൂടുകയെ. സിമ്പിളല്ലേ, ട്രൈ ചെയ്ത് നോക്കണേ.